നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷമുണ്ട്. ഇന്ന് എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് അടുത്ത് അമ്മ സ്കാനിങ് സെൻറ്ററിനടുത്ത് ഒരു പ്രിയപ്പെട്ട സാർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ അതിന് തൊട്ടടുത്ത പറമ്പിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ആദ്യം ഇങ്ങനെ വെയിലത്ത് വന്ന് കിടക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വന്നു. അപ്പോൾ എന്നെ 2 ദിവസം കൊണ്ട് എനിക്ക് ഡെയിലിയുള്ള അപ്ഡേഷൻ ഇങ്ങനെ വീഡിയോയും പടം പൊഴിച്ച് കിടക്കുന്നത്, മാളത്തിൽ ഇറങ്ങി പോകുന്നു, മേളിൽ കിടക്കുന്നതൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല തിരക്കുള്ള സമയത്ത് എന്തായാലും നമ്മൾ ആദ്യത്തെ അതിഥിയെ തന്നെ തേടി എത്തിയത് ഇവിടെ മെഡിക്കൽ കോളേജിനടുത്താണ്. അപ്പോൾ അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പോയി വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ ആ മാളം ഇപ്പോൾ വെട്ടി നോക്കേണ്ടതുണ്ട്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമുക്കറിയാം ചേട്ടാ, സുഖം തന്നെയല്ല? പണിക്ക് വന്നതാ? എന്താ പേര്? ഹരീഷ്. എവിടെയാണ്? പാലക്കാട്. ഇവിടെ അമ്മേനെ ട്രീറ്റ്മെൻറ്റിന് വന്നതാ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? ഇന്നലെ എങ്കയോ പാത്ത മാതിരി ഇരിക്കേ, ഇന്നലെ പാത്ത മാതിരി ഇരിക്കും മുഖം. രാത്രി എൻ്റെ ഒന്ന് പറഞ്ഞില്ലേ ഈ സംഭവം ഒന്ന് പറഞ്ഞത് അല്ലേ? അത് ഞാൻ വന്നപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഒരാൾ എൻ്റെ കടയിൽ വന്നിരുന്നു എന്ന് പറയുന്നു. സന്തോഷം. നമസ്കാരം സാറേ. സുഖം. എന്തുണ്ട് വിഷയം? രാവിലെ സന്തോഷം. എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്തോ? കണ്ടോടനെ അടച്ചോ? സാറാണ് എനിക്ക് അപ്ഡേഷൻ തന്നല്ലേ മൊബൈലിൽ? അപ്പോഴെപ്പോഴും വീഡിയോ ഇറങ്ങി കിടക്കുന്നതുമില്ല വെയിലൊക്കെ അല്ലേ? അവിടെ നിന്ന് കറക്റ്റാണ് കാണാൻ പറ്റും അല്ലേ? ഇപ്പം ഇന്ന് അടച്ചാണോ അത്? ഓ ചട്ട. ഇതെല്ലാം എനിക്ക് ഒരാഴ്ച കൊണ്ട് പുതിയ ഒരു 3-4 ദിവസം എനിക്ക് അപ്ഡേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുത്ത്. ഇതുണ്ടാ, നമുക്കറിയാലോ, നമ്മളിപ്പോൾ പാമ്പിനെ പിടിക്കുന്നവർക്ക് അതറിയാം. ഇത് ഫീമെയിൽ പെൺമൂർഖനാണ്. പെൺമൂർഖൻ അതിഥിയാണ്. ഇത് നല്ല പ്രായം, എനിക്ക് 10 വയസ്സിന് താഴെ, 8 വയസ്സിന് മേളിൽ പ്രായം വരെ. പാമ്പിനെ പിടിക്കുന്നവർക്ക് സ്ഥിരം കൈകാര്യം ചെയ്യുന്നത്, അല്ല എങ്ങനെയും കമ്പൗണ്ട് കുത്തിപ്പിടിച്ച് കഴിക്കാൻ പറ്റുന്ന പാമ്പിന് ചാക്കിലായിക്കൊണ്ടിരുന്നവർക്കൊന്നും അതറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫീമെയിലാണ്, മുട്ടയിട്ടിട്ടുള്ള അതിഥിയാണ്. ഇനി ഇതിനകത്ത് ഇന്നലെ വരെയും പുള്ളിക്കാരൻ കാണുന്നുണ്ടായിരുന്നു. പുള്ളി എന്നും ഒരു 10-11 മണിയാകുമ്പോൾ ഇറങ്ങി ഈ വെയിലത്ത് ഇങ്ങനെ കിടക്കുക, വന്നിട്ട് പെട്ടെന്ന് അങ്ങ് താഴേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇതിനൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. നമുക്ക് ഇതൊരു ചെറിയ ഓടയാണ് അല്ലേ സാറേ? വലിയ ഓട, ചെറിയ ഓടയല്ലേ? വലിയ ഓടയാണല്ലേ? അപ്പോൾ തൊട്ടടുത്തൊരു ഓടയുണ്ട്. ഇതിന് കണക്ഷൻ ഓടയിലേക്ക് ഉണ്ടെങ്കിൽ സ്വാഹ. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഈ വാഴയൊക്കെ ഒന്ന് മാറ്റി, വാഴയുടെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കളച്ച് നോക്കാം. തുമ്പങ്ങ മാളം ഈ സൈഡിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഈ സൈഡിലും ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. മറ്റേ കുന്താലിങ് എടുക്കാമോ? നല്ല മാളമുണ്ട്. പക്ഷെ മാളം ഏകദേശം എനിക്ക് തോന്നുന്നത് സ്ലാബിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ആ മാളോട് നിൽക്കട്ടെ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഉണ്ട്, താണ്ട് തിരക്കണം. അവിടെ ഇല്ല. ഇപ്പോൾ അവിടെ സൗണ്ട്. ഇവിടെയും പടം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കടി കിട്ടിയെന്ന് മാത്രമല്ല എക്സ്പീരിയൻസ്. ഒരു പാമ്പിൻ്റെ ചട്ട കാണുമ്പോൾ അതാണാണോ പെണ്ണാണെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് ഉറപ്പ് വേണം. ആണെന്ന് പറയാനുള്ള ആമ്പികളുകൊണ്ടാണ് ആണെന്ന് പറയുന്നത്.
പാമ്പ് പെണ്ണാണെന്ന് പറയാൻ ലാമ്പി ഉള്ളതുകൊണ്ടാണ് പെണ്ണാണെന്ന് പറയുന്നത്. മറിച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് കാണിക്കുക, എന്നിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ ആ പടം കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞു, സാറേ പാമ്പ് മാളത്തിനകത്ത് മുട്ടയുണ്ടാവും, ഇത് പെണ്ണാണ് അന്ന് ഞാൻ പറഞ്ഞു. മുട്ടയിട്ടിട്ടുണ്ട്, മുട്ടയിട്ട് 15 ദിവസമായി കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് സന്തോഷം, ഇതാ നോക്കൂ പാമ്പിൻ്റെ മുട്ട കാണാം. ഇതാ ഇവിടെ ഇതാ പാമ്പതീതുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ ആരാണ് വിളിച്ചത്? ഈ സാറ് വിളിച്ചപ്പോൾ അല്ല, ഞാൻ ആരോടെ പറഞ്ഞു 28-ലേറെ മുട്ടയുണ്ടാവുമെന്ന്. തള്ളാതിഥി ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ മുട്ട ഇതായിരിക്കുന്നു, കാണാം. ചട്ടയിട്ട് ചട്ട ഫീമെയിലിൻ്റെ ചട്ടയാണെന്ന് പറഞ്ഞു. മെയിലും ചിലപ്പോൾ കാണും, പക്ഷേ അപൂർവമായിട്ട് മാത്രമേ പെയറായിട്ട് കാണാം. ഇപ്പോൾ കിങ് കോബ്ര ആണെങ്കിൽ പെയറായിട്ട് കാണും. സാറേ കമ്പിങ് തരാമോ? പൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം പടം കിട്ടും, പിന്നെ ഇപ്പോൾ മുട്ട കാണും, മളം വെട്ടിപ്പോകും, മുട്ട കാണും, ഇത്രയും പോയി. ഇപ്പോൾ നമുക്ക് എന്തായാലും മുട്ട ശകലം കൂടി തെളിച്ചെടുക്കുന്നത്. അടിപൊളി ദൂരിക്കുന്നു ആശേ. നമ്മുടെ മലയാളികളെ ചെറുതായിട്ടൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ഐഡിയോടുകൂടി തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. 1200 എപ്പിസോഡുകൾ നമ്മൾ പിന്നിടാൻ പോകുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും എപ്പിസോഡ് പിന്നിടുന്ന പാമ്പുകളെ കുറിച്ചൊരു പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് മുട്ട അതിഥിയെ പരിചയപ്പെടുത്തി, മുട്ട വയറ്റിലുള്ള അതിഥികളെ പരിചയപ്പെടുത്തി, അണലിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ തയ്യാറായി കിടക്കുന്ന വീഡിയോസ് പരിചയപ്പെടുത്തി, പ്രസവിച്ച കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി. ഇതാ ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം മുട്ട കാണിച്ചു. മുട്ട ഇവിടെ ഈ മണ്ണിൻ്റെ ഞാൻ മണ്ണിട്ട് തട്ടി വെച്ചു. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് അതിഥി ഉണ്ട്. നമ്മൾ കൈയിടുമ്പം കടി വാങ്ങിയതാ ഇതായിരിക്കുന്നു. വലിയൊരു മുറുക്ക്, ഏകദേശം 28ഓളം മുട്ടകൾ ഇതിനകത്ത് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ചപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അദ്ദേഹം നല്ല ടയർഡാണ്. എനിക്ക് മുട്ടയിട്ടതിൻ്റെ ആ ഒരു ക്ഷീണം കാണും. മിക്കവാറും പുറത്തേക്ക് ഇപ്പോൾ ചാടി വരും, കടിക്കാനുള്ള സാധ്യത കൂടുതൽ അറിയാലോ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ മുട്ടയിടിക്കുമ്പോൾ പാമ്പുകൾ ഭയങ്കര ശൗര്യമാണ്, കടിക്കുമെന്നൊക്കെ. അത് വേറൊന്നും കൊണ്ടല്ല, മുട്ടയിടുന്ന സമയത്ത് പാമ്പ് നല്ല ടയേർഡായിരിക്കും. ആ സമയത്ത് കടി കിട്ടുമ്പോൾ അത് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ആ വനത്തിൻ്റെ വീര്യം കൂടെ. അതാണ് ഈ വിരൽ മുറിക്കേണ്ടത് പഴയ ഓർമ്മയാണ്. വെഞ്ഞാറ് മുള്ളിൽ വെച്ചൊരു കടി കിട്ടിയിട്ട് എൻ്റെ വിരൽ മുറിക്കപ്പെട്ടത് മുട്ടയിട്ടിരുന്ന അതിഥിയുടെ കടി കിട്ടിയിട്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നല്ല ടയേർഡായിരുന്നു. എന്തായാലും അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള പുള്ളിക്കാരന്. എനിക്ക് ഫോട്ടോയും വീഡിയോ കിട്ടുന്നപ്പോൾ എന്നെ പോലെ അത്രയും സൗന്ദര്യമുള്ള ഒരു അതിഥിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതാ പോണേ കണ്ട, ഇതാണ് അതിൻ്റെ റൂട്ട്. എന്തായാലും 2006 പാമ്പുകളെക്കുറിച്ച് ലോകത്താദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് 2006 കൊടുത്തു തുടങ്ങി. അതിൽ ഒരാളിനും കടി കിട്ടിയിട്ടില്ല. പക്ഷേ കടി ഇപ്പോൾ പുതിയതായിട്ട് കടി കൊടുത്ത് ട്രെയിനിങ് നേടിയ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് പിന്നെ കോട്ടയം ജില്ലയിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കടി കിട്ടി ICUലാണ്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ പിടിക്കുമ്പോൾ മാത്രം കടി കിട്ടുന്നില്ല, വാവാശ്രേറ്റിന് കടി കിട്ടുമ്പോൾ മാത്രമേ ഒരു എന്താ പറയുക ഒരു ആഘോഷം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കിയതാ, ഇതൊരു ഓടയാണ്. മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് നമ്മുടെ ചാലക്കുഴി എന്ന് പറയുന്ന തോട്ടിലേക്ക്, ആറ്റിലേക്ക്, അതായത് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് അവിടെ. ഈ നാട്ടിലുള്ള മുഴുവൻ ഹോസ്പിറ്റൽ എന്താ പറയുക പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും ഡ്രെയിനേജ് വരെ പോകുന്നൊരു ഓടയാണ്. അപ്പോൾ നല്ല കണ്ണീര് പോലത്തെ ഓടയാണ്. പണ്ട് കൃഷിക്കാരൊക്കെ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി നമുക്ക് വെറും സ്വപ്നം മാത്രമാണ്. ഇവിടെ അവിടെ ഇരിക്കൂ, വെയിറ്റ്. ഇതാ 2 മുറ്റ നമുക്ക് കിട്ടി. 2, 4, 6, 1, 7, 7, 3, 10, 10, 3, 13, 14, 16, 18, 20,
2, 4, 6, 8, 10, 12, 20, 12, 32 മുട്ട. ഞാൻ എന്തായാലും 28-ന് മേളിലുണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും 32 മുട്ടയുണ്ട്. ഇനിയില്ല. ഇത് ഈ മാള ഇതുവരെ ഉള്ളൂ. വേറെ പമ്പതിൻ്റെ അതിനകത്ത് ഇല്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് പോകില്ലായിരുന്നു. ഇത് ഇത്രയേ ഉള്ളൂ, ഇങ്ങോട്ട് ഹോളില്ല. അപ്പോൾ നമുക്ക് സന്തോഷം എന്തെന്നറിയാമോ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ യാത്രയ്ക്കിടെ ഞങ്ങൾക്ക് ഒരുപാട് അതിഥികളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതിലുപരി നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് ഉൾപ്പെടെ. ഞാൻ പറഞ്ഞു 28-ലേറെ മുട്ടകളുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ സാറിനോടത് വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് 28 മുട്ടയിട്ടതാണ്, ഫീമെയിലാണ്. മുട്ടയിട്ടത് തന്നെയാണ് 32 മുട്ട. ഞാൻ 28 മുതൽ മേപ്പോട്ട് എനിക്ക് കണക്കുണ്ടായിരുന്നു. പക്ഷേ പാമ്പിനെ കണ്ടാലേ അത് നേരിട്ട് കണ്ടാൽ നമുക്ക് എത്രത്തോളം മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു വയ്യായി കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും എത്ര മുട്ടയുണ്ട്. അപ്പോൾ എന്തായാലും 32ഓളം മുട്ടയുണ്ട്. എല്ലാം വരും നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട, നല്ല മുട്ടയാണ്. ഇതിന് നമ്മൾ ഒരു മുട്ടയ്ക്ക് പോലും കേടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മളെ ക്യാമറ ക്രൂ ഒന്നും ഇല്ലായിരുന്നു. ഒരു സ്ഥലത്ത് വരെ വിളിച്ച് ഞാൻ പോയി മാളം പൊളിച്ചെടുത്ത് മുട്ട ഉണ്ടായിരുന്നു. പക്ഷേ മുട്ടയിൽ പകുതിയും കേടായിപ്പോയി. എനിക്കൊന്ന് അമ്പലത്തറയ്ക്ക് അടുത്തൊരു സ്കൂളിലാണ്. അപ്പോൾ പകുതിയും കേടായിപ്പോയി, പകുതി അഴുകിപ്പോയി, കേടായിപ്പോയി, പകുതി മാത്രം കിട്ടി. അത് മിക്കവാറും വിരിയാൻ സാധ്യത. അതെനിക്ക് വേണം ചൂടുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ ദേഹത്ത് 2-3 മുറിവുകൾ, ആ വാലിൻ്റെ അവിടെ ഒരു മുറിവുണ്ട്, അതുപോലെ ഇവിടെ ഒരു മുറിവുണ്ട്. ഇങ്ങനെ ഒരു 5-6 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കീരിയോ പോലത്തെ സാധനം ഇവിടെ ധാരാളമുണ്ട്. പിന്നെ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഇത് അവൻ്റെ സ്ഥലമാണ്, നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ വീടുകൾ അവിടെയാണ്. ഇവിടെ ഒരു വീട്ടിലും അവൻ പോയിട്ടില്ല. അവന് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഈ ഓട. ഇപ്പോൾ മുട്ട വിരിഞ്ഞു, നമ്മൾ വാഴ പീസുകൾ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം, ഇരിക്കാം, വളരുമ്പോൾ അടുത്ത വീട്ടിലേക്ക് ചെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും നിങ്ങൾ ഒഴിവാക്കണം. ഒരു കാരണവശാലും നിങ്ങളത് ഇതായിട്ട് കാണരുത്. കാരണം അയലോക്കത്തുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ കാട് വൃത്തിയാക്കണമെന്ന് ഞാൻ പറയില്ല. കാട് ഒരിക്കലും വൃത്തിയാക്കും. ഇവിടുത്തെ കാട് വൃത്തിയാക്കിയാൽ പണിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്താൽ വന്ന് ഇരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ ഓടയാണ്, ഇത് വെള്ളം പോകുന്നത്. അപ്പോൾ ഇവർക്ക് വെള്ളം വേണം ആവശ്യം. ഇപ്പോൾ ഈ സാറ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവ ഓടയിൽ പോട്ടിറക്കി ഇതുവഴി ഇന്ന് വെയിലത്ത് കിടക്കുന്നത്. മുട്ട വിരിയണമെങ്കിൽ തണുപ്പ് വേണം. ഇത് നല്ല ടെമ്പറേച്ചറിൽ നല്ല കറക്റ്റായിട്ട് നോക്കുന്ന ഒരു അമ്മയാണ്. ആ മുട്ട നല്ല ടൈറ്റായിട്ട് കണ്ടത്, നല്ല ടൈറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 14-15 ദിവസം ആയിക്കണം മുട്ട ഇട്ടിട്ട്. 15-നും 20-നും ഇടയ്ക്ക് ദിവസം ആയിരുന്നു. ഞാൻ ഡേറ്റ പുറത്ത് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു 20 ദിവസത്തിനകത്ത് കഴിക്കണം മുട്ട ഇട്ടിട്ട്. ഇനി ഒരു 30-35 ദിവസത്തോളം വേണം ഇത് വിരിയാനായിട്ട്. 55-60 ദിവസം. ചില സമയത്ത് അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയോ കുറയുകയോ ചെയ്താലും ഇത് വിരിയാണ്ട് ദിവസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഒരിക്കലും 72 ദിവസം എന്ന് പറയാൻ പറ്റില്ല. കിങ്കോബറയ്ക്കും പെരുമ്പാമ്പിനും അതുപോലെ മൂർഖന് 55-60 ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 55 മുതൽ അങ്ങോട്ട് വിരിയുന്നുണ്ട്. 60 ഇടയ്ക്കെല്ലാം വിരിഞ്ഞ് കഴിയും. ഇതെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസങ്ങളിൽ ഇടുന്ന മുട്ടകളായിരിക്കും. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞ് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അതിലൊന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥി 32ഓളം മുട്ടകൾ നമുക്ക് സമ്മാനിച്ച പെൺ മൂർഖൻ, സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന നമ്മളറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുകൾ, കടികൾ കൂടുന്നു, ഡെത്തിൻ്റെ എണ്ണം കൂടുന്നു, വാർത്തകളിൽ വരുന്നില്ല. സൂക്ഷിക്കണം. കുഞ്ഞുമക്കളെ ഒരു കാരണവശാലും അടുത്ത പറമ്പുകൾ, ഇപ്പോൾ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടി ബോൾ കടിക്കുമ്പോൾ ഇപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമ്മമാർ നിർബന്ധമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും അവരെ വിട്ട് എടുപ്പിക്കരുത്. അഥവാ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മുതിർന്നവരാരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ കമ്പിട്ട് തട്ടിയിട്ട് നടന്ന് പോകാൻ പറയുക. അതിലുപരി കൊച്ചുമക്കൾ കളിക്കുമ്പോൾ എന്നും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കുളിപ്പിക്കുന്നതിന് മുന്നേ മക്കളെ ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് പരിശോധിക്കണം. കൈയും കറിയല്ല, നമുക്ക് കൊച്ചുമക്കളുടെ ജീവൻ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് സർപ്പദംശനം ഏറ്റിട്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. കൊച്ചുമക്കളുടെ ദേഹത്ത് കാലിലോ കയ്യിലോ ഒക്കെ ഈ മുള്ളു കൊള്ളുന്നത് പോലെ പാട്, ഇങ്ങനെ നീണ്ടു വന്നിട്ടുള്ള പാടുകളില്ല, മുള്ളു കൊണ്ടിട്ടുള്ള പാട്, അവിടെ നീര് വല്ലതും പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു സംശയം വെക്കരുത്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തപരിശോധന നടത്തി നമുക്ക് അറിയാൻ പറ്റും. ചാക്കിങ് തരാമോ? അതായി. ഇനി അടുത്ത് നമുക്ക് മുട്ട.
ഇനി മുട്ട വെക്കണം. മുട്ട വെക്കുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ചപ്പൽ വയ്ക്കുമ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മഹാരാഷ്ട്രയിൽ പാമ്പിൻ്റെ മുട്ട, മഹാരാഷ്ട്രയിലും നമ്മൾ കർണാടകത്തിൽ പോയ സമയത്ത് അവർ മുട്ട വിരിയിക്കാൻ വെച്ചിരിക്കുന്നത് മരപ്പടി ചെറുതായിട്ട് വെള്ളം നനച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ മാറ്റി മാറ്റി ബെഡ് വെച്ചില്ലെങ്കിൽ പാമ്പിനെ പിടിച്ച് മുട്ടയെ കിട്ടുമ്പോൾ സംരക്ഷിക്കണമെന്ന് തോന്നുന്നവർക്ക് മാത്രം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വേർക്കുന്ന സമയത്ത് അതൊരു വേറൊരു ആവി ഇതിൽ നിന്ന് വരും. നനവുണ്ട്. ആ മുട്ട അതിനകത്തിരുന്നാൽ കേടായി. ഇപ്പോൾ അതിൽ മാളത്തിനകത്തിരുന്നാൽ വെള്ളം വീണാലും മുട്ട കേടായി. അപ്പോൾ ഇത് ബെഡ് മാറ്റി വെച്ചു. കാരണം ഞാൻ അങ്ങനെയാണ് വിരിയിക്കുന്നത് വർഷങ്ങളായി. പക്ഷേ 20,000-ന് മേളിൽ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഇതിപ്പം നമുക്ക് ഈ വർഷം കിട്ടുന്ന, എനിക്ക് തോന്നുന്നത് ഈ വർഷം കിട്ടുന്ന 100 ചില്ലുവാനം മുട്ടകളായി. ഇതുവരെയായിട്ട് 100 ചില്ലുവാനം മുട്ടകളായാലും ഒരിടത്തത് മാത്രം വിരിയാൻ സാധ്യത കുറവാണ്. കാരണം അത് മൊത്തത്തിൽ അവർ നമ്മുടെ കേടായിപ്പോയി. എനിക്കൊന്ന് അവിടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സ്കൂളിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പിൻ്റെ മുട്ടയിടുന്ന സീസണാണ് നവംബർ, ഡിസംബർ, ജനുവരി ഇണചേരുന്ന സമയം. ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി, മാർച്ച് മുട്ടയിടുന്ന സമയം. മാർച്ച് ഒരു പകുതി ആകുമ്പോൾ മുട്ട വിരിഞ്ഞ് തുടങ്ങും. ആദ്യമായിട്ട് മുട്ട വിരിഞ്ഞ് തുടങ്ങും. അപ്പോൾ ഈ മുട്ട ഉണ്ടായാൽ പെട്ടെന്ന് ആരും മൂർഖൻ്റെ മുട്ട എന്ന് പറയുകയില്ല. കാരണം മൂർഖൻ്റെ മുട്ടയിൽ കുറച്ചുകൂടെ നീളം ഉണ്ടാവും. പക്ഷേ ഇത് ടയേർഡായ അമ്മ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആൺപാമ്പ് ചെറുതായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട, അത് ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിന് അടുത്തുള്ള, കാരണം ഒരു വീടെന്നല്ല, ഇവിടെ ഈ പേഷ്യൻസൊക്കെ താമസിക്കുന്നത് അറിയാമല്ലോ, ട്രീറ്റ്മെൻറ്റ് വരുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ. അപ്പോൾ അവരും ചിലപ്പോൾ രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് വണ്ടിക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹം കണ്ടു, വിളിച്ചു. 2 ആഴ്ച കൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പടം പൊഴിക്കുന്നുണ്ട്, പിന്നെ ഇറങ്ങി വെയിലത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിളിച്ച സമയത്ത് നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്നു. നമ്മൾ വന്നു. 32ഓളം മൂർഖനാതിഥിയുടെ മുട്ടയും മൂർഖനാതിഥിയെയും പിടികൂടിയ അല്ലെങ്കിൽ സംരക്ഷിച്ച അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 34 പേരുടെ നന്ദി. നമസ്തേ.